സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. നിയമസഭയിൽ എക്സാലോജിക് അഴിമതി ആരോപണത്തിന് വിലക്കുണ്ടു. 2 അന്വേഷണങ്ങളിൽ അഴിമതിക്ക് തെളിവുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. 2 കോടതികളിൽ കേസിൽ വാദം നടക്കുന്ന വിഷയത്തിന് സഭയിൽ വിലക്ക് പറയുന്നത് വേണ്ടത്ര രേഖകളില്ല എന്ന കാരണം പറഞ്ഞാണ്. അസാധാരണ സംഭവമെന്ന പ്രതിപക്ഷം പറയുമ്പോൾ എന്താണ് ഭരണപക്ഷത്തിനുള്ള മറുപടി? മാസപ്പടിയിൽ മിണ്ടരുത് എന്നാണ്. ചർച്ചയിൽ CPM പ്രതിനിധി M. നൌഷാദ് MLA ആണുള്ളത്. രാഷ്ട്രീയ നിരീക്ഷകരായി N. ശ്രീകുമാറും N. P. ചെക്കുട്ടിയും. ആദ്യം ശ്രീ M. നൌഷാദ്, എന്തുകൊണ്ടാണ് ഇന്ന് മാത്യു കുഴൽനാടന്റെ മൈക്ക് ഓഫ് ചെയ്തത്? സ്മൃതി, നിങ്ങൾ ആ വിഷ്വൽ കാണിച്ചപ്പോൾ കണ്ടില്ലേ? അദ്ദേഹം എഴുതി കൊടുത്ത ആരോപണത്തിന് ആധികാരികമായ സപ്പോർട്ടിംഗ് എവിഡൻസ് ഇല്ല എന്നുള്ള കാരണത്താൽ സ്പീക്കർ അതിന് അനുമതി നിഷേധിച്ചു. അതിൻ്റെ റൂള് എന്താണെന്നുള്ളത് കൃത്യമായി സ്പീക്കർ സഭയിൽ പറയുകയും ചെയ്തു. പലതവണ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ എഴുതി കൊടുക്കുന്ന ഒരു ആരോപണത്തിൻ്റെ അതിന് സപ്പോർട്ടിംഗ് എവിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം, അധികാരം സ്പീക്കർക്കാണ്. സ്പീക്കറുടെ റൂളിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നിഷേധിച്ചത്. അതൊരു പുതിയ സംഭവമൊന്നുമല്ല. പിന്നെ നിരന്തരമായി നിങ്ങൾ ഇവിടെ എത്ര നാളുകളായി ഒരു എക്സലോജിക്കും CMRലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചർച്ച. നിങ്ങൾ തന്നെ പറഞ്ഞു ഇപ്പോൾ 2 കോടതിയിൽ നിൽക്കുകയാണ്. കോടതി നിൽക്കട്ടെ, കോടതി പറയട്ടെ. അങ്ങനെയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കർണാടക ഹൈക്കോടതി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഉത്തരവ് കിട്ടുകയുണ്ടായി. ഞാൻ പറഞ്ഞ നിലവിൽ ഇങ്ങനെ നിരന്തരമായ ആരോപണങ്ങൾ മാത്യു കുഴൽനാടൻ ഒരു സ്റ്റൈലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒത്തിരി ആരോപണങ്ങളുണ്ട്. നിങ്ങളാരും അത് ചർച്ച ചെയ്യുന്നില്ല, അദ്ദേഹത്തിനോട് ചോദിക്കുന്നില്ല, അതൊട്ട് മറുപടിയും പറയുന്നില്ല. അത് ഉയർന്നു വരാതിരിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി പുതിയ പുതിയ ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ പറഞ്ഞതിനൊന്നും ആധികാരികമായി തെളിയിക്കാനോ ഏതെങ്കിലും ഒരു നിയമ സ്ഥാപനത്തിന് മുന്നിൽ തെളിയിക്കാനോ ഒന്നും നാളിതുവരെ കഴിഞ്ഞിട്ടുമില്ല. ശ്രീനൌഷാദ്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ആധികാരികമായി തെളിയിച്ച് വിധി വന്ന കാര്യങ്ങളാണോ സഭയിൽ സാധാരണ ഉന്നയിക്കാറ്? നിരന്തരമായി അതാണ് ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുക. അപ്പൊ തിരിച്ച് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ അദ്ദേഹത്തിനോട് ചോദിച്ചോ? ഞാൻ പറഞ്ഞ ഇന്ന് 1,90,00,000 രൂപയ്ക്ക് ഞാൻ വിലയാധാരം വാങ്ങിയ വസ്തു നേരം വെളുത്തപ്പോൾ അത് 3.5 കോടി വിലയുള്ളതായി മാറി. ഇതെന്തൊരു മാജിക്കാണ് നിങ്ങൾ ചോദിച്ചോ? 1,90,00,000 രൂപയ്ക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി രേഖപ്പെടുത്തി എഴുതി വാങ്ങിച്ച വസ്തു ശ്രീ മാത്യു കുഴൽനാടൻ 1 ഏക്കർ 21.5 സെന്റ് സ്ഥലം. ശരി ശ്രീനൌഷാദ്, തൊട്ട് പിറ്റേന്നല്ലേ 8-ാം തീയതി ചർച്ച ചെയ്യപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് സഭയിലുണ്ടായ കാര്യമാണല്ലോ പറയുന്നത്. മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട സഭയിലും നിങ്ങൾക്ക് ഈ വിഷയം ഉന്നയിക്കാം. സഭയിൽ ഉന്നയിച്ച ഞാൻ ചോദിച്ചത് സഭയിൽ ചോദിച്ചോട്ടെ. സംശയം ചോദിക്കട്ടെ ശ്രീനൌഷാദ്, എന്താണ് മാത്യു കുഴൽനാടൻ? ഒരു മിനിറ്റ് ഒന്ന് ചോദിക്കട്ടെ ശ്രീനൌഷാദ്, എന്റെ സംശയം ചോദിക്കട്ടെ. മാത്യു കുഴൽനാടനെതിരായ ആരോപണം എന്താണ്? നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി എന്നതാണോ? കൃത്യമായി രേഖകളില്ലാതെ സഭയിൽ അവതരിപ്പിച്ചു എന്നതാണോ? എന്താണ്? അതോ കോടതിയിൽ നിൽക്കുന്ന കേസായതുകൊണ്ട് മിണ്ടരുത് എന്നാണോ? എന്താണ് യഥാർത്ഥ കാരണം? പല കാരണങ്ങളുണ്ട്. നിരന്തരമായി ദുരാരോപണങ്ങൾ ഇന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കുക, ഈ സഭാതലം അലങ്കോലമാക്കുക, വാർത്തകൾ സൃഷ്ടിക്കുക. നിങ്ങൾ അതിൻ്റെ പിറകെയാണല്ലോ.
നിങ്ങൾക്ക് വാർത്ത വേണം. അല്ല അത് വിടൂ. നിങ്ങൾക്ക് വാർത്ത വേണം. അത് താങ്കൾക്ക് വിശദമായി തന്നെ സംസാരിക്കാം. രണ്ട് ഏജൻസികൾ ഞാൻ ചോദിച്ചതിന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ബോർഡിന്റെ ഉത്തരവിലുള്ള ROCയിലെ രണ്ട് മേഖലകളിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് രണ്ടിലും തെളിവുകളുണ്ട് എന്ന് പറയുന്ന വിഷയത്തിലാണ് ആദ്യമായിട്ടാണോ ആരോപണം ഉന്നയിക്കുന്നത്. അതിന്മേലാണ് മറുപടി ആവശ്യപ്പെടുന്നത്. തെളിയിക്കേണ്ടത് കോടതിയിൽ തെളിയിക്കപ്പോൾ ബാർകോഡ് എങ്ങനെയാണ് ഉന്നയിച്ചത്? കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ മതി. വിഷയം കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ കോടതിയിൽ പറയാൻ നിങ്ങൾ പറഞ്ഞ എക്സലോജ് കമ്പനിയുടെ താങ്കളൊന്ന് പറയൂ. സഭയിലെടുത്തത് എക്സലോജ് കമ്പനിയുടെ ഉടമകൾ ആരെങ്കിലും സഭയിൽ അംഗമാണോ? എക്സലോജിക് കമ്പനിയുടെ ഉടമകൾ എന്നുള്ളത് മാത്രമല്ലല്ലോ കമ്പനിക്ക് എങ്ങനെയാണ് ഇളവ് ലഭിച്ചത് എന്നതാണ് ചോദ്യം. എക്സാലോജിക് കമ്പനിക്ക് എങ്ങനെ ഇളവ് ലഭിച്ചു? എന്താണ് കിട്ടിയ സേവനം? എന്താണ് സേവനം? എക്സലോജിക് കമ്പനിക്ക് ഒരു നിയമവിരുദ്ധമായ ഇടപെടലുകളും നടത്തിയിട്ടില്ല. രണ്ട്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ പറയുമ്പോൾ താങ്കൾ ഇങ്ങനെ റേഡിയോ ഓൺ ചെയ്ത പോലെ പറഞ്ഞു പോകല്ലേ? ഞാൻ കേട്ടോണ്ടിരിക്കുക. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? അല്ല, വീണാ വിജയൻ എന്ന വിഷയമല്ലല്ലോ. മുഖ്യമന്ത്രി തന്നെയാണ് വിഷയം. മുഖ്യമന്ത്രി തന്നെയാണ് വിഷയം. നിങ്ങൾ ആങ്കർ എന്നുള്ള അർത്ഥത്തിൽ അല്ല, ഞാൻ പറയാനുള്ള അനുവാദം തരണം. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം വേണം. നിങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുക മാത്രമല്ല, അതോടൊപ്പം എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഉത്തരം നിങ്ങൾക്കുമുണ്ട്. ഇല്ല, അതില്ല. ഞാൻ പറഞ്ഞ നിങ്ങളെന്ന് പറയുന്ന ഈ മാധ്യമപ്രവർത്തകർക്ക് നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോ ഞാൻ ചോദിക്കുക, ഈ ഒരേക്കർ ആരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? ഒറ്റ ദിവസം കൊണ്ട് 1,90,00,000 രൂപ 3.5 കോടി മാറ്റിയ മഹാൻ, 3.5 കോടിയാക്കി മാറ്റിയ മഹാൻ, നിലവിൽ കേസിൽ നിലനിൽക്കുന്ന, നിലവിലെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ പെടുമെന്ന് നിലവിൽ കോടതിയിൽ കേസ് നിൽക്കുന്ന വസ്തു വാങ്ങിക്കുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദ്യമില്ല. അതേക്കുറിച്ച് ചോദിക്കുന്ന ആളോട് ചോദിച്ചിട്ടുണ്ട്. ശ്രീ എം നൗഷാദ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ, ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ ആകുന്നത് എങ്ങനെയാണ്? താങ്കൾ ഇപ്പോൾ ഈ മാത്യു കൊള്ളാടിന്റെ കയ്യേറ്റത്തെ കുറിച്ച് ചോദിച്ചല്ലോ. മാത്യു കൊള്ളാടിന്റെ കയ്യേറ്റത്തെ കുറിച്ച് ചോദിച്ചല്ലോ ശ്രീ എം നൗഷാദ്. ഒന്ന് കേൾക്കൂ ശ്രീ നൗഷാദ്. എന്തെല്ലാം ആരോപണങ്ങൾ മാത്യു കൊള്ളാടിന്റെ ഒരു മിനിറ്റ്. മാത്യു കൊള്ളാടിന്റെ കയ്യേറ്റമാണല്ലോ നിങ്ങളുടെ വിഷയം. അങ്ങനെയെങ്കിൽ പാർട്ടി ഓഫീസിന്റെ മതിലാരാണ് പൊളിച്ചു നീക്കിയത്? കയ്യേറ്റമാണ് എന്ന് തിരിച്ചറിഞ്ഞ് വേഗം പൊളിച്ചു നീക്കിയത് ആരാണ്? കയ്യേറ്റം മാത്രമാണോ? പാർട്ടി ഓഫീസിന്റെ മതിൽ, CPM ഓഫീസിന്റെ മതിലാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും ചോദ്യമില്ല. നിങ്ങൾ എന്തിനാ CPM ഓഫീസിലേക്ക് ഇപ്പൊ പോന്നെ? കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ചോദിച്ചോണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതെന്താ? ഞാൻ അത് തിരിച്ചു ചോദിക്കുക. നിങ്ങൾ നേരത്തെ ഇങ്ങോട്ട് ചോദിച്ചല്ലോ. ശ്രീ നൗഷാദ്, അത് പൊളിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് CPM-നെതിരെ, സർക്കാരിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്നോ? നിങ്ങൾക്ക് മറുപടിയില്ല എന്നുള്ളതാണ്. ചോദ്യങ്ങൾ തടയാൻ ശ്രമം എന്നുള്ളതാണ്. ചോദ്യങ്ങൾ തടയാൻ ശ്രമം, നിങ്ങൾക്ക് മറുപടിയില്ല. നിങ്ങൾക്ക് മറുപടിയില്ല എന്നതാണ് വിഷയം. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം. കൈതോലപ്പായിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം കൈതോലപ്പായിൽ പണം കൊണ്ടുപോയി ഒന്നൊരാളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോ അതിനെക്കുറിച്ച് ദിവസങ്ങളോളം നിങ്ങൾ ചർച്ച ചെയ്തു. പക്ഷെ നിങ്ങളിപ്പോ ഈ പറയുന്നത് പോലെ താങ്കൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ മാധ്യമ ധാർമ്മികതയും മാധ്യമങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിക്കണം, മാധ്യമങ്ങൾ എന്ത് വിഷയം എടുക്കണം എന്നതിനെ കുറിച്ച് ഒരു വലിയ നീണ്ട ഒരു പ്രസംഗം നടത്താൻ കഴിയും. താങ്കളുടെ ആ കഴിവിനെ ഞാൻ അഭിനന്ദിക്കുന്നു ശ്രീ നൗഷാദ്. പക്ഷെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ NP ചെക്കുട്ടി, ഇന്ന് സഭയിൽ നടന്ന കാര്യം, സഭയിൽ നടന്ന വിഷയം NP ചെക്കുട്ടിയെ കാണിക്കണം വിൻഡോയിൽ. ശ്രീ NP ചെക്കുട്ടി, ഞാനും അംഗീകരിക്കുന്നു. ഇന്ന് സഭയിൽ നടന്ന വിഷയം, സംഭവം അസാധാരണമെന്നാണ് ഇന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞത്. സഭയിൽ ഒരു വിഷയം അവതരിപ്പിക്കാനായി അത് കൃത്യമായി സ്പീക്കറെ അറിയിക്കുകയും രേഖകൾ സമർപ്പിക്കുകയും ചെയ്തതാണ്. ആ രേഖകൾ ഫോട്ടോസ്റ്റാറ്റ് ആണെന്നാണ് സ്പീക്കർ പറയുന്നത്. സ്പീക്കർക്ക് അത് വേണ്ട എന്ന് വെക്കാൻ ഈ റൂൾ 285 അനുസരിച്ച് അത് അവതരിപ്പിക്കുന്നത് തടയാനാകുമെന്ന് സ്പീക്കർ അത് വ്യക്തമായി പറയുന്നുണ്ട്. സ്പീക്കറുടെ ഡിസ്ക്രിപ്ഷനാണ്.
അപ്പോൾ സ്പീക്കർ അത് തീരുമാനിക്കുന്നു. അതേസമയം PV അൻവർ 150 കോടിയുടെ അഴിമതി ആരോപണം VD സതീശനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുമ്പോൾ അവിടെ എന്ത് രേഖയാണ് സമർപ്പിച്ചത് എന്ന് അറിയേണ്ടതുണ്ട് എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. അതിൽ PV അൻവറിന് ഇഷ്ടം പോലെ സമയം കൊടുക്കുന്നു. PV അൻവർ പറയാനുള്ളതൊക്കെ പറഞ്ഞു പോയി. എന്താണ് രേഖ എന്ന് ഇപ്പോഴും അറിയില്ല. രേഖകളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ അനുവാദം കൊടുക്കുന്നു, ഇവിടെ അനുവാദം കൊടുക്കുന്നില്ല. സ്പീക്കർ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? വളരെ കൃത്യമായിട്ടുള്ള ഇരട്ടത്താപ്പ് ഈ വിഷയത്തിലുണ്ട്. സാധാരണ നിലയിൽ നമ്മുടെ നിയമസഭ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിയമസഭയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്, അതിന് ദീർഘമായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്. അഴിമതി ആരോപണങ്ങൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു സഭയാണിത്. വളരെ ശക്തമായിട്ടുള്ള ഭിന്നതകളുണ്ടായ സഭയാണ്, വളരെ രൂക്ഷമായിട്ടുള്ള ചർച്ചകൾ നടന്ന സഭയാണ്. പക്ഷേ ഒരിക്കൽ പോലും ഇത്രയേറെ വളരെ ഓപ്പണായിട്ടുള്ള, വളരെ തുറന്ന മട്ടിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡ്, ഇരട്ടത്താപ്പ് ചെയറിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ സ്പീക്കർ പൊതുസമൂഹത്തിനോട് ആൻസർ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പീക്കർക്ക് പരമാധികാരമുണ്ട്. സ്പീക്കർ പറയുന്നതാണ് സഭയിൽ അന്തിമമായിട്ട്, അതിൽ നിന്നും തർക്കമില്ല. പക്ഷേ ഒരു ജനാധിപത്യ മര്യാദയുടെ പ്രശ്നം ഇതിനകത്തുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഒരു സഭാംഗം ഉന്നയിക്കുന്ന ആരോപണം ഞാനത് ഫുള്ളായിട്ട് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു മീൻ ലോറിയിൽ ഇങ്ങനെ പിന്നെ അവിടേക്ക് കൊണ്ടുവന്നു, ചേറ്റുവാ കടപ്പുറത്ത് വന്നു, പിന്നെ അത് വീണ്ടും തിരിച്ച് ബാംഗ്ലൂർ കൊണ്ടുവന്നു. എന്തിനാണ് മീൻ ലോറി ഇവിടെ കൊണ്ടുവരുന്നത്? ബാംഗ്ലൂരിൽ കൊടുക്കാനുള്ള പൈസയാണെങ്കിൽ ബാംഗ്ലൂർ കൊടുത്താൽ പോരെ. ഇവിടെ കൊണ്ടുവന്ന് എന്താണ് കൊടുത്തത്? ആരാ വാങ്ങിയത്? ഈ തിരിച്ചു കൊണ്ടുപോയി ഏത് ലോറിയിൽ തന്നെ? ആ ലോറിയിൽ തന്നെ കൊണ്ടുപോയോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാൾ ഉന്നയിക്കില്ലേ? 150 കോടി രൂപ ഈ മീൻ ലോറിയിൽ കൊണ്ടുവന്ന് ചേറ്റുവാ കടപ്പുറത്ത് വെച്ചിട്ട് എങ്ങനെ കൈമാറി? എന്നിട്ട് അതിനുശേഷം മറ്റേയാളത് എങ്ങനെ തിരിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയി? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ആൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി. ഇതൊരു യക്ഷിക്കഥയിൽ, ഒരു മുത്തശ്ശി കഥയിലെ കാര്യങ്ങൾ ഒരാൾ വിളിച്ചു പറയുന്നു. അതിനൊന്നും ഒരു പ്രയാസവും ഇല്ല, തടസ്സവും ഇല്ല, രേഖയില്ല. ഇപ്പം വളരെ കൃത്യമായിട്ട് ഒരു രേഖയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോപണത്തിന് വേണ്ടി എഴുതി കൊടുക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് രേഖ കൊടുക്കുന്നു. അത് സ്പീക്കർക്ക് ബോധ്യമാവുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യം അത് മുഖ്യമന്ത്രിക്കെതിരാണെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിന് നിയമം വേറെ, പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് പിന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനുള്ള നിയമം വേറെ ഒന്ന്. ഈ തരത്തിൽ രണ്ട് നിയമങ്ങൾ ഈ സഭയ്ക്കില്ല. നമ്മുടെ ജനാധിപത്യ പാരമ്പര്യത്തിൽ അതില്ല. അത് പ്രതിപക്ഷ നേതാവിനും സഭാ നേതാവിനും തുല്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്, പദവികളുണ്ട്. അവർ രണ്ടുപേരും ജനപ്രതിനിധികളാണ്, ജനങ്ങളുടെ സഭയുടെ രണ്ട് ഭാഗത്തിനെ തലപ്പത്തേക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് അൻവറിൻ്റെ കേസിൽ സ്പീക്കർ ഈ വിഷയത്തിൽ ശക്തമായ നടപടിയെടുത്തില്ല? അദ്ദേഹത്തെ അവിടെ നിർത്തിയില്ല. അതെല്ലാം എന്തുകൊണ്ട് അനുവദിച്ചു? എന്തുകൊണ്ട് ഇന്നിപ്പം കുഴൽനാടൻ്റെ കാര്യം, കുഴൽനാടൻ ധാരാളം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണം ധാരാളം ഉന്നയിക്കുന്നത് അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ളതിന് തെളിവാണ്. സഭയിൽ നന്നായിട്ട് സംസാരിക്കുന്നു, സഭയിൽ നന്നായിട്ട് ഇടപെടുന്നു. അത് ആരോപണമായിട്ട് വരും, മറ്റ് ഇടപെടലായിട്ട് വരും. അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ ശക്തിയാണ് കാണിക്കുന്നത്. നന്നായിട്ട് പ്രസംഗിക്കുന്നു, നന്നായിട്ട് ഇടപെടുന്നു എന്നുള്ളൊരു മോശമായിട്ട് ആർക്കും പറയാൻ പറ്റുമോ? അപ്പോൾ ആ നിലയിലൊന്നും നമ്മൾ ആ വിഷയത്തെ കാണുന്നത്. ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഇരട്ടത്താപ്പുണ്ട്. ആ ഇരട്ടത്താപ്പ് എന്തുകൊണ്ട് വെച്ചാൽ മുഖ്യമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യാനുള്ള അവസാനത്തെ അടവായിട്ടാണ്. പക്ഷേ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു അടവായിട്ട് കാണാൻ കഴിയില്ല. ശരി, ശ്രീകുമാർ, ഇപ്പോൾ രേഖകൾ ഹാജരാക്കണമെന്ന് വളരെ വ്യക്തമായി തന്നെ ചെയർ പറഞ്ഞ കാര്യമാണ്. ഹാജരാക്കിയ രേഖകളിൽ ചെയർ തൃപ്തനല്ല, അതുകൊണ്ട് സഭയിൽ ആരോപണം ഉന്നയിക്കാൻ അനുവദിക്കുകയില്ല എന്നാണെന്ന് സ്പീക്കർ പറഞ്ഞത്. അപ്പോൾ സ്പീക്കർക്ക് അതിൽ തീരുമാനമെടുക്കാമെന്നാണ് ചട്ടം പറയുന്നത്. അപ്പോൾ സ്പീക്കർക്ക് അതിൽ ബോധ്യപ്പെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീമതി സ്മൃതി, ഞാനിതിൽ സ്പീക്കർ AN ഷംസീറിനെ കുറ്റപ്പെടുത്താൻ തയ്യാറില്ല. കാരണം CPMൻ്റെ തീരുമാനമാണ് എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ലെന്ന്. അത് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ സ്പീക്കർ അനുസരിക്കുകയാണ്. ഇന്ന് ഈ നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിയമസഭയുടെ ചട്ടവും റൂളും ഒക്കെ അനുസരിച്ച് പറ്റില്ല, സോറി എന്ന് സ്പീക്കർ പറയുമ്പോൾ അതിൽ നിന്ന് ജനത്തിന് കാര്യം മനസ്സിലായി. ഇത് ഉന്നയിച്ചാലും കുഴപ്പമില്ല, ഉന്നയിച്ചില്ലേലും കുഴപ്പമില്ല. ജനത്തിന് കാര്യം മനസ്സിലായി, എന്താണ്, എന്തോ പിശകുണ്ട്. അല്ലെങ്കിൽ അടിയന്തര പ്രമേയം ഇത് അവതരിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ അന്ന് അനുമതി നിഷേധിച്ചു. ഇന്ന് ഈ വിഷയം എഴുതി കൊടുത്തത് ഫോട്ടോസ്റ്റാറ്റ് രേഖകളാണോ കൊടുത്തത്, യഥാർത്ഥ രേഖകളാണോ കൊടുത്തതെന്നുള്ളത് നമുക്കറിയില്ല. സ്പീക്കർ പറഞ്ഞു ഫോട്ടോസ്റ്റാറ്റ് ആണെന്ന്. ഏത് സംവിധാനത്തിലാണ് യഥാർത്ഥ രേഖകൾ ആദ്യം തന്നെ കൊണ്ട് ഹാജരാക്കുക? അതും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിന് ആധാരമായ രേഖ ഔദ്യോഗിക പക്ഷത്തിൻ്റെ, ഭരണപക്ഷത്തിൻ്റെ സ്പീക്കറുടെ മുമ്പിൽ കൊണ്ട് കൊടുക്കുമോ?
അത് ഫോട്ടോസ്റ്റാറ്റ് കൊടുക്കും. ചർച്ച ചെയ്ത് ചർച്ച പുരോഗമിക്കുമ്പോൾ യഥാർത്ഥ രേഖ ഹാജരാക്കാൻ സ്പീക്കർക്ക് ആവശ്യപ്പെടാം. അപ്പോൾ അത് മേശപ്പുറത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ സ്പീക്കർ പറയുന്നത് ശരി. ഇവിടെ എൻ ഷംസീർ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഞാനിത് തടയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, തടഞ്ഞാലും കൊള്ളാം തടഞ്ഞില്ലെങ്കിലും കൊള്ളാം, അനുഭവിക്കേണ്ടവർ അനുഭവിച്ചോ. പണ്ട് നമ്മുടെ ശ്രീമതി MC ജോസഫയും പറഞ്ഞില്ലേ എന്നാൽ പിന്നെ അനുഭവിച്ചോ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സ്ഥിതിയിലേക്ക് എത്തി. എക്സാലോജിക്ക് വിഷയത്തിൽ തീരുമാനം എടുത്തത് പാർട്ടിയല്ലേ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. കീഴ്ഘടകത്തിലേക്ക് പാർട്ടി അയച്ച രേഖകൾ പുറത്തു വന്നില്ലേ, അതിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്. CPMന്റെ നൗഷാദ് ഇവിടെ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് ഉത്തരം പറയുന്നത് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് അറിയാം ഇത് പറയാൻ പാടില്ല എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കാം, ചാനൽ ചർച്ചയിലും പങ്കെടുക്കാം, പക്ഷേ സത്യം വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും പറയാം. മാത്യു കുഴൽനാടിനെ കുറ്റം പറഞ്ഞോളൂ, മാത്യു കുഴൽനാടിനെതിരെ എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. നേരത്തെ ഇവിടെ ശ്രീ ചെക്കുട്ടി പറഞ്ഞല്ലോ VD സതീശനെതിരെ ഒരു ആക്ഷേപം ഉന്നയിച്ചത്. ആ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഏത് രേഖയാണ് കൊടുത്തതെന്ന ചോദ്യത്തിന് സ്പീക്കർക്ക് ഉത്തരവ് ഉണ്ടാവില്ല, അത് സ്പീക്കർക്കും അറിയാം. പക്ഷേ പാർട്ടി തീരുമാനിച്ചു, മുൻകാലങ്ങളിൽ സ്പീക്കർമാരായി കഴിഞ്ഞാൽ അവർ ആ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ വഹിക്കാറില്ല, ആ പാർട്ടിയുടെ സമ്മേളനങ്ങൾ അവർ പോകാറില്ല. പക്ഷേ CPMന്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ അവർ സ്പീക്കറെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആളാക്കി മാറ്റി. എന്ന് വെച്ചാൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാം, പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാം, പരസ്യമായ പൊതുയോഗത്തിൽ പ്രസംഗിക്കാറില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ പാർട്ടി ഒരു തീരുമാനം കൊടുത്താൽ അതനുസരിക്കേണ്ട ബാധ്യത ഷംസീറിനില്ലേ, ഷംസീർ അതനുസരിച്ചു. അപ്പോൾ പ്രതിപക്ഷം എന്താ പറഞ്ഞത്, ഞങ്ങളിത് പുറത്തുന്നയിക്കും. എന്തുകൊണ്ട് നിയമസഭയ്ക്കുള്ളിൽ അവർക്ക് അനുവദനീയമായ സ്ഥലത്ത് അവരൊന്നും ഉന്നയിച്ചില്ല, അവർ പുറത്തുന്നയിക്കും. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ പാർട്ടി എന്തിനാണ് ഇങ്ങനത്തെ ഇതെടുത്ത് തലയിൽ വെക്കുന്നത്. ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പാർട്ടിക്ക് എന്ത് ഉത്തരവാദിത്തം എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഈ സംവിധാനത്തെ ഇടതുമുന്നണി സംവിധാനത്തെ താർക്കാൻ ശ്രമിക്കുന്നു, BJPയുമായി കൂട്ടുകൂടാൻ ശ്രമിക്കുന്നു, മുന്നണി രാഷ്ട്രീയത്തെ താർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷേ ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം CPMലുണ്ട്. ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ഈ അഴിമതി ആരോപണം പ്രതിപക്ഷം കൊണ്ടുവരുന്നതിൽ എന്തോ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം CPIയിലുണ്ട്. എന്തുകൊണ്ടാണ് CPIക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം നിങ്ങൾ ശ്രദ്ധിക്കൂ. ശ്രീമതി സ്മൃതി, ശ്രീ നിലമ്പൂർ MLA ഒരു ആരോപണം ഉന്നയിച്ചു. നിങ്ങൾ നോക്കൂ, നിലമ്പൂർ MLA എന്ന് പറയുന്നത് പാർട്ടി മെമ്പറാണോ? അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം നിയമസഭയിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു. പിന്നീട് ഏറ്റെടുത്തത്? മുഖ്യമന്ത്രി ഏറ്റെടുത്തില്ല, പാർട്ടി സെക്രട്ടറി കാര്യമായി ഏറ്റെടുത്തില്ല. അപ്പോൾ ഇവരെന്ത് വിചാരിച്ചെന്താണ്, ഇത് സതീശൻ നിഷേധിക്കും, ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാകും, അപ്പോൾ കുറച്ചു കാലം ഇങ്ങനെ കുളം കലക്കി നടത്താവുന്നതാണ്. സതീശൻ പറഞ്ഞു ചിരിക്കണോ കരയണമോ എന്ന് വിചാരത്തിൽ ഞാനിത് വിടുന്നു. അതോടെ എൻ്റെ ഗ്യാസ് പോയി. ഒരു കാര്യം സ്മൃതി ചിന്തിക്കുക, ശ്രീ നൗഷാദ് ആലോചിക്കുക, CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ ഒരു വരി വാർത്ത കൊടുത്തില്ല. നിലമ്പൂർ MLA ഇടതുമുന്നണിയുടെ MLAയുടെ നിയമസഭയിലെ 150 കോടി രൂപയുടെ ആരോപണം CPI പത്രം ഒരു വരി കൊടുത്തില്ലെന്ന് മാത്രമല്ല അവരിത് പൊതുവേദിയിൽ ഉന്നയിച്ചുമില്ല. ഇനി അതുമാത്രമല്ല, ഇന്ന് വിജിലൻസിൽ ഒരു പരാതി കൊടുത്തു എന്ന് വാർത്ത കണ്ടു. ആരാണ് പരാതിക്കാരൻ? CPM അല്ല, കേരള VD സതീശനെതിരെ ഒരു അഴിമതി ആരോപണം വിജിലൻസിൽ കൊടുക്കാനോ നിയമസഭയിൽ പറയാനോ നട്ടെല്ല് CPMന്റെ MLAമാർക്ക് ഇല്ല എന്നാണോ അർത്ഥമാക്കേണ്ടത്? അതല്ലെങ്കിൽ എന്തുകൊണ്ട് CPMന്റെ MLAമാർ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തില്ല? നിയമസഭയിൽ പറഞ്ഞില്ല എന്നുള്ള പോട്ടെ, പുറത്തു പറഞ്ഞില്ല എന്നുള്ള പോട്ടെ, വിജിലൻസിൽ കൊടുക്കുമ്പോഴെങ്കിലും പാർട്ടി ഒരു ആർജവം കാണിക്കണ്ടേ? പ്രതിപക്ഷ നേതാവിനെതിരെ പാർട്ടി ഇടതുമുന്നണിയുടെ സ്വതന്ത്ര MLA ആണല്ലോ ശ്രീ അൻവർ, അദ്ദേഹം പാർട്ടി അംഗമല്ലെന്നാണ് എൻ്റെ ധാരണ. കേരള കോൺഗ്രസ് നേതാവ് ഹാഫിസ് ആണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ശരി, നമുക്ക് മടങ്ങിയെത്താം. ഈ ശീതീകരിച്ച മത്സ്യം കൊണ്ടുവരുന്ന കണ്ടെയ്നറുകളിൽ ഈ 150 കോടി എങ്ങനെ കൊണ്ടുവന്നു, എങ്ങനെയൊക്കെ കൊടുത്തു എന്നതിൻ്റെ എന്തൊക്കെ തെളിവുകളുണ്ട് എന്ന് ശ്രീ നൗഷാദ് പറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇടവേളയ്ക്ക് ചർച്ചയിലേക്ക് ശ്രീ M നൗഷാദ്, ഇപ്പോൾ VD സതീശനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണം, അതിലെന്തൊക്കെ രേഖകളുണ്ട്, പാർട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു? ഈ മത്സ്യം കൊണ്ടുവരുന്ന ശീതീകരിച്ച കണ്ടെയ്നർ ലോറികളിൽ 2021 ഫെബ്രുവരിയിലും മാർച്ചിലുമായി 50 കോടി വീതം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവ കടപ്പുറത്ത് കൊണ്ടുവന്നു. അവിടെ നിന്ന് ആംബുലൻസുകളിൽ പണം സതീശന്റെ കൂട്ടാളികളുടെ കൈകളിൽ എത്തിച്ചു. ഈ പണം കയ്യിലുള്ള ധൈര്യത്തിലാണ് KPCCയുടെ ഔദാര്യമില്ലാതെ താൻ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സതീശൻ അന്ന് പറഞ്ഞത്.
ഇതൊക്കെയാണ് തെളിവുകളായി പറയുന്നത്. എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് സഭയിൽ ഉന്നയിക്കാൻ അനുവദിച്ചത്? സഭയിലെ സ്മൃതി ഒരു കാര്യം, വർത്തമാന പ്രസംഗത്തിനിടയിൽ ആരോപണങ്ങൾ ഉന്നയിക്കും. നിരവധി തവണ എന്തെല്ലാം ആരോപണങ്ങൾ നമ്മുടെ സഭയിൽ വന്നിട്ടുണ്ട്. പിന്നെ സ്മൃതി ഇപ്പോൾ അൻവർ ആരോപണം ഉന്നയിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ എങ്ങനെയാണ് ശീതീകരിച്ചതിൽ കൊണ്ടുവന്നത്, എങ്ങനെയാണ് ആംബുലൻസിൽ കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കുന്ന നിങ്ങൾ, കൈതോലപ്പായ്ക്കകത്ത് 2 കോടി രൂപ, അന്ന് 500 നോട്ട് പോലും ഇല്ല, 100 കെട്ടുകളാ. 2 കോടി ഞാൻ ചോദിക്കുകയും എടുക്കുകയും ചെയ്യാത്ത വിഷയം എന്തിനാണ് ശ്രീ നൗഷാദ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ ഉത്തരവാദപ്പെട്ട MLA സഭയ്ക്കകത്ത് ചോദിച്ച ചോദ്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് അത് ഉന്നയിച്ച അൻവറിന്റെ കൈവശമാണ് അതിന്റെ തെളിവുകളുള്ളത്. അൻവർ സഭയ്ക്ക് പുറത്തു അത് ആരോപണം ഉന്നയിച്ചല്ലോ. എന്താണ് പാർട്ടി ഏറ്റെടുക്കാൻ? അത് സഭയ്ക്കകത്ത് സംരക്ഷണത്തിന്റെ പാർട്ടി ഏറ്റെടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അവിടെ ആരോപണം വന്നപ്പോ അവിടെ ആരോപണം നിങ്ങൾ CPM എന്ത് തീരുമാനിക്കണമെന്ന് സ്മൃതി തീർമാനിക്കണ്ട. ഇല്ല, സ്മൃതി തീരുമാനിക്കണ്ട, വിനയത്തോടെ തീരുമാനിക്കണ്ട. നിങ്ങൾക്ക് മാധ്യമങ്ങൾ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കാം, ഏത് വിഷയത്തിൽ ചോദ്യം ചോദിക്കണമെന്ന് തീരുമാനിക്കാം, ആരോട് ചോദ്യം ചോദിക്കണമെന്ന് തീരുമാനിക്കാം. ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ എന്റെ അടുത്ത് ഉണ്ടാകും. അങ്ങോട്ട് ചോദിക്കുമ്പോ എന്തിനു പൊള്ളുന്നേ? എന്തിനാ പൊള്ളണ്ട കാര്യം? അങ്ങോട്ട് ചോദിക്കുമ്പോ പൊള്ളണ്ട. കൈതോലപ്പായല്ലോ ഞാൻ ചർച്ച ചെയ്യുന്നത്. ശ്രീ ബാബുവിന്റെ ഈഡി കണ്ടുകെട്ടി, ഈഡി കണ്ടുകെട്ടിയല്ലോ. ഈഡി കെ ബാബുവിന്റെ സ്വത്ത് കണ്ടുകെട്ടി. നിങ്ങൾക്കത് ബ്രേക്കിംഗ് ന്യൂസ് അല്ല, പക്ഷെ ചോദ്യം ചെയ്യാൻ അത് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. എവിടെ ചർച്ച ചെയ്ത്? എവിടെ? കെ ബാബുവിന്റെ വിഷയത്തിൽ പറയുക, പോവുക. നിങ്ങൾ പതിറ്റാണ്ടുകളോളം പ്രിയ വർഗീസിന്റെ പേര് ചർച്ച ചെയ്തു, പക്ഷേ ഡിവിഷൻ ബെഞ്ച് അത് അംഗീകരിച്ചു. ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറയൂ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിങ്ങൾ അത് അത് ഉന്നയിക്കാൻ എഴുതി വ്യക്തമായി എനിക്കറിയില്ല. സ്പീക്കറോട് ചോദിക്കുക. സ്പീക്കർക്ക് സ്പീക്കറ് ഇവിടെ പിന്നെ ശ്രീകുമാറാണോ ചേക്കുട്ടി സാറാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ബോധ്യപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കയ്യിലുള്ള ഒറിജിനൽ രേഖയെല്ലാം കൂടെ കൊണ്ടുചെന്ന് സ്പീക്കറുടെ കയ്യിൽ കൊടുക്കണോ? നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്തിയാൽ മതി, അല്ലാതെ കയ്യിലൊന്നും കൊടുക്കണ്ട. അതാരും കൊടുക്കില്ലല്ലോ, സ്വാഭാവികമല്ലേ. കോടതിയിൽ മാത്രമല്ലേ നമ്മൾ അങ്ങനെ കൊടുക്കാറുള്ളൂ. അത് നേരിട്ട് ബോധ്യപ്പെടുത്തണം. അത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ആരോപണങ്ങൾ ഇങ്ങനെ പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായി നടത്തുന്ന ഇടപെടലുകൾക്ക് നിങ്ങൾ അമിതമായ പ്രാധാന്യം നൽകുന്നു. സ്പീക്കർക്ക് ബോധ്യപ്പെടണം ഏത് രേഖയാണ് എന്നുള്ളത് സ്പീക്കർ അറിഞ്ഞാൽ മതി. അത് സ്പീക്കർക്ക് ബോധ്യപ്പെടണം. അത് മുഖ്യമന്ത്രിക്കെതിരായ രേഖയാവുമ്പോൾ സ്പീക്കർക്ക് ബോധ്യപ്പെടില്ല. അത് പ്രതിപക്ഷ നേതാവിനെതിരായ രേഖയാകുമ്പോൾ സ്പീക്കർക്ക് ബോധ്യപ്പെടും. അപ്പോൾ അത് അവതരിപ്പിക്കാൻ സമയം കൊടുക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീ നൗഷാദ് പറഞ്ഞത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം സ്പീക്കറോട് ചോദിക്കുമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് എന്ത് വന്നാലും സ്പീക്കറെ ചില കാര്യങ്ങളിൽ ബോധ്യമുണ്ടാവും, ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടില്ല. ബോധ്യത്തിന്റെ അടിത്തറ എന്താണ്? സ്പീക്കറുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഏതാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്, ഏതാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടാത്തത്? പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള വിഷയമാകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധ്യക്കേടുമില്ല. അദ്ദേഹത്തിന് പരമബോധ്യമാണ്. കാരണം ആരോപണം വളരെ സത്യസന്ധമാണ്, ന്യായമാണ്, ന്യായയുക്തമാണ്, പിന്നെ പൊതു താല്പര്യമുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം ഏൽപ്പരില്ല. രേഖ വേണോ രേഖ വേണ്ടോ എന്നൊന്നും വിഷയമില്ല, ആരോപണമാണ് ഉന്നയിക്കപ്പെടണം. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അതേ ന്യായം തന്നെ വേണം. പക്ഷേ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ കാര്യം വന്നപ്പോഴോ, മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അവർ പിന്നെ ആരോപണം ഉന്നയിച്ചു, ആരോപണത്തിന് എഴുതി കൊടുത്തു, അവർ രേഖ ചോദിച്ചു, രേഖ കൊടുത്തു. അപ്പോൾ
അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് അത് ബോധ്യപ്പെടുന്നില്ല എന്ന് പറയേണ്ട സ്പീക്കർ തന്നെയാണ്. പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഞാൻ സഭയിൽ മെമ്പർ ഒന്നുമല്ല, പക്ഷേ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കേരള സഭയുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാലത്തും സ്പീക്കർമാർ ഒരു സമതുലിതമായിട്ടുള്ള സമീപനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സമീപനം ഒരു കാലത്തും സ്പീക്കർമാർ എടുക്കാറില്ല. കാരണം സ്പീക്കർ പദവിക്ക് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് പണ്ട് CH മുഹമ്മദ് കോയ അദ്ദേഹം ലീഗിന്റെ പ്രമുഖ നേതാവായിരിക്കുന്ന സമയത്ത് തൊപ്പി ഊരി വരണം സഭയിൽ എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ അദ്ദേഹം പാർട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു. ആ തരത്തിലൊരു പാരമ്പര്യം നമുക്കുണ്ട്. എല്ലാ കാലത്തും സ്പീക്കർമാർ യഥാർത്ഥത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാറില്ല. സഭയുടെ അന്തസ്സ്, സഭയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ അന്തസ്സ്, മാന്യത, അതിൻ്റെ ക്രെഡിബിലിറ്റി അതെല്ലാം ഉയർത്തിപ്പിടിക്കാൻ സ്പീക്കർ ബാധ്യസ്ഥനാണ്. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഒരാളുടെ കാര്യത്തിൽ ഒരു നിലപാട്, മറ്റൊരാളുടെ കാര്യത്തിൽ മറ്റൊരു നിലപാട്, അതെന്തുകൊണ്ട് സ്വീകരിക്കപ്പെട്ടു? അങ്ങനെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തമായ സമീപനം അവിടെ കാണുന്നുണ്ട്, ഡബിൾ സ്റ്റാൻഡേർഡ് കാണുന്നുണ്ട്. അതെന്തുകൊണ്ട് എന്ന് വിശദീകരിക്കേണ്ടത് സ്പീക്കറാണ്. ഇന്നത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ സ്പീക്കർ പറഞ്ഞത് ന്യായീകരിക്കാൻ കഴിയില്ല, ജനങ്ങൾ ബോധ്യപ്പെടില്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശ്രീ നൗഷാദ്, ഇതിൻ്റെ ഒരു പ്രശ്നം, നിങ്ങൾക്കിപ്പോൾ മാധ്യമങ്ങളുടെ നേരെ തട്ടിക്കയറാം. ഇപ്പോൾ പ്രതിപക്ഷത്തിന് ശബ്ദിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ജനം കാണുന്നുണ്ട് എന്നുള്ളത് ആത്യന്തികമായ ഒരു വിഷയമാണല്ലോ. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയുമാണല്ലോ. കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്, കാര്യങ്ങളിൽ ഒരു സുതാര്യത വരുത്തേണ്ടതുണ്ട്, വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ സഭയിൽ ഒരു ആരോപണം ഉന്നയിക്കട്ടെ. ഈ കൈകൾ ശുദ്ധമാണ് എന്ന് സഭയിൽ മുഖ്യമന്ത്രി കാണിച്ചല്ലോ. കൈകൾ ശുദ്ധമാണ് എന്ന് മുഖ്യമന്ത്രി കാണിച്ചല്ലോ. അപ്പോൾ അതൊന്ന് വിശദീകരിക്കേണ്ടി വരുമെന്നേ. അല്ല, എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഈ സഭയുടെ മുന്നിൽ തന്നെ വന്നു. കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിലും എന്തെല്ലാം ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു. അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായി തുടരുന്ന ഒരു സമീപനമാണ്. നിങ്ങൾ ഈ പറയുന്ന പൊതുസമൂഹം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇനി കൂടുതൽ തെളിവുകളുമായി, അപ്പോൾ എല്ലാ തെളിവും കിട്ടിയില്ല, ശരി, കൂടുതൽ തെളിവുകളുമായി വന്നോട്ടെ. ഇത് ഒന്നിരട്ടിന്നും പറഞ്ഞ് നേരം വെളുക്കില്ലല്ലോ സ്മൃതി. നാളെ ആയാലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരുമല്ലോ. പൊതുസമൂഹത്തിൽ പറയട്ടെ, കൂടുതൽ തെളിവുകളുമായി നിങ്ങള് എന്തിനാണ് നിങ്ങൾക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത സ്മൃതി? ഞാൻ പറഞ്ഞ ആദ്യമായിട്ടാണോ ഈ മാത്യു തന്നെ ഈ സഭയ്ക്കകത്ത് ആരോപണം ഉന്നയിക്കുന്നത്? ഇപ്പോ CMRL കമ്പനിയെ കുറിച്ച് പറഞ്ഞില്ലേ, കരിമണൽ ഖനനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? യഥാർത്ഥത്തിൽ അതിന് അനുമതി കൊടുത്തതാരാ? ഏത് ഗവൺമെന്റ് കാലഘട്ടത്തിലാ? ഇപ്പൊ പറയുന്നത് എന്താണ്? അവർക്ക് അനുമതി നിഷേധിച്ച് ഉത്തരവിട്ടത് സുപ്രീം കോടതി കോടതി പറഞ്ഞിട്ടാണ്, അല്ല സെൻട്രൽ ഗവൺമെന്റ് ഉത്തരവിട്ടിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് AK ആന്റണിയുടെ കാലഘട്ടത്തിലാണല്ലോ അവർക്ക് കരിമണൽ ഖനനത്തിന് ആറാട്ടുപുഴ വില്ലേജിൽ അനുമതി നൽകിയത്. പക്ഷെ നാളിതുവരെ അവർക്ക് എന്നിട്ട് ലൈസൻസ് ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അത് 2016 സുപ്രീം കോടതി അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ടും നമ്മളത് കൊടുക്കാതെ ആ ഒരു നിലപാടിന്റെ ഭാഗമായി നിന്നു. 19 കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഉത്തരവിറക്കി. പിന്നെ അത് അപ്രസക്തമായി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് എന്തിനാണ് ഈ തരത്തിൽ? ഞാൻ പറഞ്ഞ സുനാമി കാലഘട്ടത്തിൽ 2004 ആണല്ലോ സുനാമി. ആ കാലഘട്ടത്തിലും അന്ന് അവിടെ ഖനനം നടത്താൻ അനുമതി കൊടുത്ത ഗവൺമെന്റാണ് UDF ഗവൺമെന്റ്. എന്നിട്ട് VSന്റെ കാലഘട്ടത്തിൽ അത് നിഷേധിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയത് അന്നത്തെ UPA ഗവൺമെന്റാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് CPMന്റെ ഇപ്പോൾ പിണറായിയുടെ മകളെ കുറിച്ചായാലും മുമ്പ് എന്തുമായിരുന്നു VSന്റെ മകനെ കുറിച്ച് എന്തെല്ലാം അങ്ങ് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു കാലഘട്ടത്തിൽ. മറന്നുപോയോ സ്മൃതിക്ക്? VSന്റെ മകനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ കൊടിയേരിയുടെ മകനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. പക്ഷെ പാർട്ടി ഇപ്പോൾ പിണറായിയുടെ മകനെ കുറിച്ച്, കോടിയേരിയുടെ മകനെ കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടി ഒന്നും മിണ്ടാൻ വന്നിരുന്നില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കുക. പക്ഷെ അല്ല ഞാൻ പറഞ്ഞ നിങ്ങൾ കോടിയേരിയുടെ മകനായത് കൊണ്ടാണല്ലോ ചർച്ച നടത്തിയത്. എന്നിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ജാമ്യം റദ്ദ് ചെയ്യാൻ പോയിട്ട് പോലും സുപ്രീം കോടതി തന്നെ ചോദിച്ചു എന്തിനാണ്. അപ്പോൾ കോടിയേരിയുടെ മകന്റെ വിഷയം ചർച്ച ചെയ്ത നിങ്ങൾ ആ ഗൗരവത്തിൽ ആ ജാമ്യം റദ്ദ് ചെയ്യാൻ പോയതിനെ കുറിച്ച്
അറസ്റ്റ് ചെയ്ത വാർത്തയല്ലേ? എന്താണ് ശ്രീ നൗഷാദ് പറഞ്ഞു വരുന്നത്? അത് ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്യേണ്ടതായില്ലായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. ശ്രീ നൗഷാദ്, അന്ന് ആ ഘട്ടത്തിലും ഈ ഘട്ടത്തിലും കോടിയേരിയുടെ മകന് വേണ്ടി ശബ്ദിക്കാൻ പാർട്ടി ഉണ്ടായിട്ടില്ല ശ്രീ നൗഷാദ്. ഇപ്പോൾ പാർട്ടിയുടെ അടിത്തട്ടിൽ വരെ എങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുള്ളത് പിന്നെ നിങ്ങൾ ചർച്ച ചെയ്തത് കോടിയേരിയുടെ മകനായതുകൊണ്ടാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. തീർക്കണമെന്ന് ഞാൻ പറഞ്ഞ കോടിയേരിയുടെ മകനായതുകൊണ്ടാണല്ലോ ഇങ്ങനെ CPM നേതാക്കന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോ അതിൽ ചില കോക്കസുകൾ രൂപപ്പെടുന്നുണ്ട്. ശ്രീ നൗഷാദ്, താങ്കൾക്ക് ഇതൊക്കെ വാചാരമായി പറഞ്ഞു പോകാം. ശ്രീ നൗഷാദ്, നമുക്ക് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ്, അതിനുശേഷം നടന്ന ROC അന്വേഷണങ്ങളുടെ പിന്നാലെ വന്ന റിപ്പോർട്ട്, അതിനുശേഷം വന്നിരിക്കുന്ന SFIO അന്വേഷണം, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ. ശ്രീ നൗഷാദ്, അന്വേഷണ ഏജൻസികൾ ഏജൻസികളുടെ റിപ്പോർട്ടുകളാണ്, അല്ലാതെ അറിയിക്കുവാൻ തയ്യാറാകണം. പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം, തെറ്റുകൾ തിരുത്താൻ ആവശ്യപ്പെടാം. പക്ഷേ CPM-നും LDF-നും മുഖ്യമന്ത്രിക്കും എതിരായി ആര് എന്ത് പറഞ്ഞാലും അത് ബ്രേക്കിംഗ് ന്യൂസ് ചർച്ചകൾ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച ദിവസങ്ങളോളം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ. നൗഷാദിന്റെ മറുപടികളിൽ എത്രത്തോളം വ്യക്തതയുണ്ട്? എത്രത്തോളം വ്യക്തതയുണ്ട്? സഭയിൽ ഇന്ന് മാത്യു കുഴൽനാടനെ പറയാൻ സമ്മതിക്കാതിരുന്നത് പോലെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നൗഷാദ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് കൂടുതൽ വിശദീകരിക്കാനില്ല. അത് PV അൻവറിന്റെ ആരോപണം എന്ന നിലയ്ക്ക് PV അൻവർ കൊണ്ടുപോകട്ടെ. PV അൻവർ കൊടുത്തിട്ടുണ്ടാകും രേഖ, സ്പീക്കർ കണ്ടിട്ടുണ്ടാകാം രേഖ. ഇതാണ് പാർട്ടി പറയുന്നത്. അൻവറിനോട് ചോദിക്കൂ. അൻവറിനോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്റർവ്യൂ അൻവറിനോട് ചോദിച്ചിട്ടുണ്ട്. അൻവറിനെ വിളിക്കൂ. അൻവറിനോട് ചോദിച്ചിട്ടുണ്ട്. ശ്രീ ശ്രീകുമാർ, എത്രത്തോളം വ്യക്തതയുണ്ട് ഈ മറുപടി? അത് ചോദിക്കണം. അൻവർ നിയമസഭയ്ക്ക് പുറത്തും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അവർ തൊടാതെ പോയാൽ കുഴപ്പമില്ല. പുതിയ ടെക്നിക്ക്. ശ്രീ നൗഷാദ്, താങ്കൾ പറയുന്നത് ചുരുങ്ങിയ പക്ഷം ഈ ചാനൽ കേൾക്കുന്ന താങ്കളുടെ പാർട്ടിയുടെ അണികൾക്കെങ്കിലും ബോധ്യപ്പെടണം. നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ രേഖാമൂലം ആവശ്യപ്പെട്ട ഒരാരോപണം ഉന്നയിക്കാനാണ്. അത് ഉന്നയിക്കാൻ സ്പീക്കർ അനുമതി കൊടുത്തില്ല. നമ്മളോടൊരു കാര്യം ഓർക്കണം സ്മൃതി, ഞാൻ നൗഷാദിനെയും കുറ്റം പറയില്ല. കാരണം എന്താണെന്നറിയോ, ഈ പാർട്ടി ഇങ്ങനെ ആയിപ്പോയി. കാരണം 4 ദിവസം മുമ്പ് നമ്മുടെ ബജറ്റിൽ നിർണായകമായ സ്ഫോടനാത്മകമായ ഒരു തീരുമാനം കൊണ്ടുവന്നല്ലോ സ്വാശ്രയ സർവകലാശാലയെക്കുറിച്ച്. ഇന്നിപ്പോൾ എന്താ പാർട്ടി പറഞ്ഞത്? അപ്പോൾ ഈ പാർട്ടി എന്താ തീരുമാനിക്കുന്നത്? എവിടെ വെച്ചാ തീരുമാനിക്കുന്നത്? ആരാ തീരുമാനിക്കുന്നത്? ഒന്നും അറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു മിനിറ്റ് നൗഷാദ്, ഒരു മിനിറ്റ്. ആ ഒരു സാഹചര്യത്തിൽ ശ്രീ നൗഷാദിനെ എന്ത് പറയാനാണ് ഇവിടെ വന്നിട്ട്? ശ്രീമതി സ്മൃതി, നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഞാൻ ഈ പാർട്ടിയിൽ ഇപ്പോഴും വിഭാഗീയത ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഞാൻ ഈ പാർട്ടിയിൽ ഇപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പിസം കാണുന്നുണ്ട്. കാരണം ഇന്നിതിന് അനുമതി നിഷേധിച്ചത് കൊണ്ടാണല്ലോ നമ്മളിത് ചർച്ചയാക്കിയത് കൊണ്ടാണല്ലോ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നത്. ഒരു 6 മാസം മുമ്പ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഈ വിഷയം, മാസപ്പടി വിഷയം ഉന്നയിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രി സ്പീക്കറുടെ മുഖത്ത് നോക്കി ക്ഷുഭിതനായി ചോദിച്ചു, അങ്ങിത് കാണുന്നില്ലേന്ന്. പിന്നെ തൊട്ട് അദ്ദേഹം അത് കണ്ടു തുടങ്ങി സ്പീക്കർ. അതിൻ്റെ ഭാഗമാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം താൻ ചെയ്യുന്നത്, നിയമസഭയിൽ നിഷ്പക്ഷത പാലിക്കേണ്ട താൻ ചെയ്യുന്നത് പ്രതിപക്ഷത്തിന് ഇഷ്ടമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഭരണപക്ഷത്തിൻ്റെ ബിസിനസ് നടത്തി കൊടുക്കാനാണ് സ്പീക്കർ അവരെ സഹായിക്കേണ്ടത്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ വായടയ്ക്കാൻ നിന്നു കൊടുക്കരുത്. ഇവർ മോദിയെയും BJP-യെയും കുറ്റം പറയുന്നുണ്ടല്ലോ. നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു സമരം പുറത്തു കാണിക്കാൻ CPM ധൈര്യപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് സഭാ TV മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്നത്? പ്രതിപക്ഷത്തെ ഭയക്കുന്നു ശ്രീമതി സ്മൃതി. ജനത്തിൻ്റെ മുഖമാണ് പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തെ ഒരു ഭയക്കുകയാണ്. ഇനി നോക്കിക്കോളൂ, ഇവരെ അഴിമതി ആരോപണങ്ങൾ തിരിച്ചുന്നയിക്കാൻ യാതൊരു മടിയവർക്കുണ്ടാവില്ല.
KM മാണി സാറിനെ നിയമസഭയിൽ വെച്ച് എത്ര മോശമായിട്ട് ചിത്രീകരിച്ചവരാണിവർ, ഒരു തെളിവുമില്ലാതെ. ഉമ്മൻചാണ്ടിയെ എത്ര മോശമായി ചിത്രീകരിച്ചു, ഒരു തെളിവില്ലാതെ. ഏതെങ്കിലും ഒരു ചർച്ച ശ്രീ ഉമ്മൻചാണ്ടി തടഞ്ഞോ? ഏതെങ്കിലും ഒരു ചർച്ച KM മാണി സാർ തടഞ്ഞോ? പക്ഷെ ഇന്ന് മാണി സാറിൻ്റെ പാർട്ടി ഇവർക്ക് ജയപാടി നടക്കുന്നത് വേറെ വിഷയം. പക്ഷെ തടഞ്ഞില്ലല്ലോ. അതെന്താണെന്ന് വെച്ചാൽ മടിയിൽ കനമില്ല. അതാണ് എൻ്റെ വിഷയം. ഇവിടെ നിങ്ങൾ നോക്കൂ സ്മൃതി, ശ്രീ നൗഷാദ് പറയുന്നതിനെക്കുറിച്ച് ചോദിച്ചല്ലോ. അത് സാധാരണഗതിയിൽ നമ്മൾ ഒരു വിഷയം മുൻകാലങ്ങളിൽ പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ അവർ ഒരുപാട് ആലോചിക്കും. സ്റ്റേറ്റ് കമ്മിറ്റി, സെക്രട്ടേറിയറ്റ്, PB ഒക്കെ ആലോചിക്കും. ഇപ്പം എന്താണ് അവർ ആലോചിക്കുന്നത്? പാർട്ടി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമല്ലല്ലോ ഇപ്പോൾ എക്സാലോജിക്ക് വിഷയം. അതിപ്പോൾ ഇതാ കർണാടക കോടതിയിലാണ് പോകുന്നത്. കർണാടക കോടതി എന്താ പറഞ്ഞത്? തൽക്കാലം അറസ്റ്റിന് ഉദ്ദേശമുണ്ടോ? ഇല്ല. എങ്കിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കൂ, പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ പാർട്ടി പ്രസിദ്ധീകരണങ്ങൾ ചാനലിൽ ഇന്ന് പറഞ്ഞത് തിരിച്ചടി. ആർക്ക്? SFIOയ്ക്ക് തിരിച്ചടി. എന്ത് തിരിച്ചടിയാണിത്? അപ്പോൾ ഇത് പാർട്ടി നയമാണത്. ഈ വിഷയം ചർച്ച പാടില്ല എന്നുള്ളതും ഞാൻ പാർട്ടി ഏറ്റെടുത്തു എന്നുള്ളതും ഇതിന്മേൽ ഒരാൾ പോലും മിണ്ടിപ്പോകരുത്. അത് വളരെ വ്യത്യസ്ത സ്വഭാവമുള്ള, സഹൃദയനായ, സൗഹാർദ്ദപരമായ സമീപനമുള്ള ശ്രീ നൗഷാദ് പോലും മിണ്ടിപ്പോകരുത് എന്നുള്ളതാണ്. കാരണം നൗഷാദ് കാര്യങ്ങളൊക്കെ പഠിച്ച് സംസാരിക്കുന്ന MLA ആണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം വെറുതെ പറയുകയാണ്. പക്ഷെ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട്. അദ്ദേഹം ബഹളം വെച്ച് ഇറങ്ങി പോകുന്നില്ല. അദ്ദേഹം ഇരുന്ന് തരുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സ്മൃതി എത്ര ചോദ്യം ചോദിച്ചാലും അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അരി എത്ര ചോദിച്ചാൽ പയർ അഞ്ഞാഴിന്നേ പറയുള്ളൂ. അതാണ് പാർട്ടിയുടെ ഇന്നത്തെ നയം. അങ്ങനെ പറയാവൂ. നേരെ മറിച്ച് എക്സാലോജിക്ക് വിഷയം ചർച്ച ചെയ്യട്ടെ, അതിൽ തെറ്റുകാരുണ്ട്, ശിക്ഷിക്കപ്പെടട്ടെ. ഇതൊക്കെ പണ്ട് പാർട്ടി പറഞ്ഞിരുന്നു. VS അച്യുതാനന്ദൻ്റെ കാലത്ത്, പിണറായി VS അച്യുതാനന്ദൻ അഭിപ്രായ ഭിന്നത നിലനിന്ന കാലത്ത്, ലാവ്ലിൻ കേസ് വന്ന കാലത്ത് അന്നത്തെ VS അച്യുതാനന്ദനും പിണറായി വിജയൻ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. രണ്ടുപേരെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്. ഇതൊക്കെ പാർട്ടിയിലെ ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ ശക്തി കൂട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പോഴെന്താണ്? ഏകപക്ഷീയം, എല്ലാം ഐകകണ്ഠ്യേന, ഒന്നിനെ എതിർപ്പില്ല. എന്തിന്? ബജറ്റിലെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് ആ നിയമം പിൻവലിക്കുന്നത് ആരറിഞ്ഞു? മുന്നണി അറിഞ്ഞോ? CPM അറിഞ്ഞോ? ആരറിഞ്ഞു? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നവർ പറയുന്നു അത് അന്ന് പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. എന്താണ് സ്മൃതി നമ്മുടെ ഈ പാർട്ടിക്ക് പറ്റിയത്? ഇതിനി ഒരു രക്ഷയുള്ളൂ. ഈ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് യഥാർത്ഥ CPM ആയിട്ട് ഇവർ രൂപപ്പെടുകയുള്ളൂ. അതുവരെ ശ്രീ G സുധാകരനെ പോലുള്ള CPMൻ്റെ നേതാക്കളാണ് അല്പമെങ്കിലും ഈ പാർട്ടിയെ വിമർശിക്കുക. സുധാകരൻ പറഞ്ഞ ഒരു ഒരു വാചകം ഇപ്പോഴും അന്തരീക്ഷത്തിൽ അലയടിച്ച് നിൽക്കുകയാണ്. ചക്കരക്കുടത്തിൽ കൈയിടുന്നവർ സ്റ്റേറ്റ്സ്മാൻ അല്ല എന്നുള്ളത്. ഒറ്റ വരിയേ ഉള്ളൂ, ഒറ്റ വാചകമേ ഉള്ളൂ. ആ വാചകത്തിൽ എല്ലാം പെടുന്നുണ്ട്. അതൊരു ഇന്നത്തെ വിഷയം നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ CPMലെ ഒരു വിഭാഗത്തിന് സന്തോഷം. അവരുടെ ജനാധിപത്യ ബോധം അവരുടെ ഉള്ളിൽ തന്നെ അലയടിക്കുന്ന ഒരു നിമിഷം ഒരുപക്ഷെ റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്ന ആഹ്ലാദമായിരിക്കും. ശരി, തിരിച്ചെത്താൻ വേണ്ടി ചർച്ചയിലേക്ക് ശ്രീ NP ചെക്കുട്ടി, ഇന്നത്തെ ദിവസം വീണ വിജയനെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. കോടതിയിൽ ഇന്ന് വീണയുടെ ഹർജി പരിഗണിക്കുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെ കരുതിയവരുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, കോടതി ഇന്ന് സമയം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണം നീങ്ങുന്ന ഘട്ടത്തിൽ ഇപ്പോൾ അറസ്റ്റിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശവും, അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് കോടതി ചോദിക്കുന്നു. അങ്ങനെ ഇല്ല എന്ന് SFIO മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അതൊരു സാമ്പത്തിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറസ്റ്റിന് കാരണമാവുന്ന തരത്തിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് നമുക്കറിയില്ല. അപ്പം യഥാർത്ഥത്തിൽ അവർ ഒരു കമ്പനിയുമായിട്ടുള്ള ഇടപാടിൽ അവർ വാങ്ങിച്ച കോമ്പൻസേഷൻ, ആ കോമ്പൻസേഷനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് പ്രധാനമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നികുതി അടച്ചിട്ടുണ്ട്, പക്ഷേ എന്ത് സർവീസാണ് കൊടുത്തത്, അങ്ങനെ സാങ്കേതികമായ നിരവധി വിഷയങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നതൊരു പ്രശ്നമുണ്ട്. അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാരണവുമില്ല. അവരിവിടെ നാട് വിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതായിട്ടും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ സാധാരണ നിലയിൽ അറസ്റ്റ് എന്ന് പറഞ്ഞ വിഷയം ഇപ്പോൾ ഉദിക്കുന്നില്ല. ആൾ ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ ആളുകൾ ഹൈഡിങ്ങിലേക്ക് പോവുകയോ അങ്ങനെ, അല്ലെങ്കിൽ മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസ് മറ്റെന്തെങ്കിലും നടക്കുകയോ ചെയ്താലൊക്കെ അറസ്റ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കേസ് സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അവർക്ക് അവരുടെ പറയാനുള്ള കാര്യങ്ങൾ പറയും. അത് 26-ാം തീയതിയാണ് കോടതി വീണ്ടും വിളിച്ചിരിക്കുന്നത്. ആ കേസ് മുന്നോട്ട് പോകാൻ
കേസിൻ്റെ അന്വേഷണം SFIO അന്വേഷണം വേണ്ട എന്നാണ് അവർ പറയുന്നത്. നേരത്തെയുള്ള ഒരു അന്വേഷണം തുടരട്ടെ എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. പക്ഷേ SFIO അന്വേഷണം മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലനിൽക്കുന്ന സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയുക. SFIO ഒരു പ്രത്യേക അന്വേഷണ ഏജൻസിയാണ്, അവർക്ക് പ്രത്യേകമായ അധികാരങ്ങളുണ്ട്. ആ അന്വേഷണങ്ങൾ തുടർന്ന് പോകാനിടയുണ്ട്. അങ്ങനെ തുടർന്ന് പോകുമ്പോൾ തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പിതാവായിട്ടുള്ള മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിരവധി ചോദ്യങ്ങൾ ഉത്തരം പറയേണ്ടത് ഇത് ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തീർച്ചയായും സർക്കാരിന് മുമ്പിൽ, ഈ മുന്നണിയുടെ മുമ്പിൽ, ഈ പാർട്ടിയുടെ മുമ്പിൽ വരും. കാരണം കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ കാര്യത്തിൽ, കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ ഈ തരത്തിലുള്ള ഒരു ആരോപണമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കേസ് വന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രശ്നം പറഞ്ഞിട്ടാണെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നിരുന്നു. അദ്ദേഹം ദീർഘകാലം മാറി നിന്നു. വിജയരാഘവനാണ് അന്ന് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചത്. അപ്പോൾ അതായത് സ്വന്തം സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഈ കേസ് ഫൈറ്റ് ചെയ്യാൻ, തൻ്റെ കുടുംബത്തിന് എതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണത്തെ ഫൈറ്റ് ചെയ്യാൻ കോടിയേരി തയ്യാറായി. ഇപ്പോൾ അതേ തരത്തിലുള്ള ഗുരുതരമായിട്ടൊരു ആരോപണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ നിലയിൽ പാർട്ടി ഇന്നുവരെ അനുവർത്തിച്ചു വരുന്ന ധാർമ്മിക മര്യാദകൾ വെച്ച് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യഥാർത്ഥത്തിൽ പിണറായി മാറി നിൽക്കേണ്ടതാണ്. ഈ കേസ് വിജയിക്കുന്നത് വരെ, ഈ കേസ് നടത്തിത്തീരുന്നത് വരെ അദ്ദേഹം അത്തരം സ്ഥാനങ്ങളിൽ നിന്ന് മാറണം. ഇത് വളരെ സ്വാഭാവികമായിട്ടൊരു പഴയ പാരമ്പര്യമാണ്. ആ പഴയ പാരമ്പര്യത്തിൻ്റെ രീതി അനുസരിച്ച് അദ്ദേഹം മാറേണ്ടതാണ്. അത്തരത്തിലുള്ള നിരവധി ഡിമാൻഡുകൾ ഇനിയുള്ള കാലത്ത് പാർട്ടിക്കകത്ത് പോലും ഉയർന്നു വരും. കാരണം പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്, പാർട്ടിക്ക് സംരക്ഷിക്കാൻ ഒരു ഇമേജ് ഉണ്ട്, പാർട്ടിക്ക് സംരക്ഷിക്കാൻ ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ തന്നെ പാർട്ടിയോടും പൊതുസമൂഹത്തോടും മുഖ്യമന്ത്രിക്ക് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ MP ഗോവിന്ദനായാലും വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ്. തെരഞ്ഞെടുപ്പ് സമയം കണക്കാക്കിക്കൊണ്ട് ഈ കേസുകളൊക്കെ വേഗത്തിൽ വരുന്നു, അന്വേഷണം ചൂടുപിടിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ രൂപത്തിൽ വലിയ ചോദ്യം ചെയ്യലിലേക്കും നടപടികളിലേക്കും ഒക്കെ കടക്കും. അത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് CPM പറയുകയാണ്. അതുകൊണ്ടെന്താ കോടിയേരി ബാലകൃഷ്ണനും ഇതേ തരത്തിലുള്ള ന്യായീകരണങ്ങൾ പറയാമായിരുന്നില്ല. അദ്ദേഹം മാറി നിൽക്കേണ്ടായിട്ടുള്ളത്. പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പകരം വയ്ക്കാൻ ആളില്ലെന്നാണോ MP ഗോവിന്ദൻ പറയുന്നത്? ഈ 140 MLA-മാരെ 99 MLA-മാരില്ലേ, ഒരാളെ പോലും പകരം വയ്ക്കാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ വേണ്ടത് പാർലമെൻ്ററി മര്യാദകൾ പാലിക്കണം, പാർട്ടിയുടെ മര്യാദകൾ പാലിക്കണം, പാരമ്പര്യങ്ങൾ പാലിക്കണം, പാർട്ടിയുടെ പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കും. ഇത് മാത്രമേ ഉള്ളൂ. അതിന് ഇന്ന ആൾ തന്നെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കണം എന്താണ് അവിടെ ഒരു നിർബന്ധമുണ്ടോ? അപ്പോൾ അതിലൊക്കെ തന്നെ അത് വിശദീകരിക്കേണ്ട MP ഗോവിന്ദനാണ്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് മാറിയുന്ന എന്താ കുഴപ്പമെന്നുള്ള അവരാ വിശദീകരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ട് കേസ് വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് കോടിയേരി മാറി, അത്തരം കാര്യങ്ങളൊക്കെ അവർ വിശദീകരിക്കേണ്ടതാണ്. നമുക്ക് അതിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? അവരാണ് അവരുടെ പാർട്ടിയുടെ ബന്ധപ്പെട്ട അന്വേഷണമായാലും ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട അന്വേഷണമായാലും ഇത് മാസപ്പടി അന്വേഷണം ഒന്ന് പുറകിലേക്ക് പോകുമ്പോൾ ആർക്കൊക്കെ പടി കിട്ടിയിട്ടുണ്ട് എന്നതിലേക്ക് കൂടി അന്വേഷണം പോകും. അതാണ് CPM ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. AK ബാലൻ ഇപ്പോൾ എക്സാലോജിക് വക്താവാണല്ലോ. അദ്ദേഹം ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇത് ആ അന്വേഷണം മാധ്യമപ്രവർത്തകരിലേക്ക്, മാധ്യമ സ്ഥാപനങ്ങളിലേക്ക്, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്ക്, ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്ന മറ്റ് നേതാക്കളിലേക്ക് ഒക്കെ എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണോ ഇതിപ്പോൾ മാത്യു കോളനാടൻ്റെ മാത്രം വിഷയമായി പലപ്പോഴും ചുരുങ്ങുന്നത്? ശ്രീമതി സ്മൃതി, മാത്യു കുഴന്താൻ്റെ വിഷയമാണെങ്കിൽ AICC സെക്രട്ടറി ആയിരുന്ന PC വിഷ്ണുനാഥ് എന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്ന് പത്രസമ്മേളനം നടത്തുമോ? PC വിഷ്ണുനാഥ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവല്ലേ? അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇന്ന് മാത്യു കുഴന്താടൻ ഈ വിഷയം നിയമസഭയുടെ പുറത്തെന്ന് വെച്ചാൽ നിയമസഭാ കോംപ്ലക്സിൽ വെച്ചിട്ട് പത്രലേഖകരോട് പറഞ്ഞത്. എക്സാലോജിക്ക് വിഷയം എന്ന് പറയുന്നതും CMR വിഷയം എന്ന് പറയുന്നതും അത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടാണ്, വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് വ്യവസായ വകുപ്പിൽ SFIO അന്വേഷണം നടത്തിയത്? എന്തുകൊണ്ടാണ് SFIO പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെയോ അല്ലെങ്കിൽ ഈ മാസപ്പടി വാങ്ങിയെന്ന് പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ വീട്ടിൽ പോകാത്ത എന്തുകൊണ്ടാണ്? അതിൻ്റെ ഗൗരവം കിടക്കുന്നത് ഗവൺമെൻറ് തലത്തിലായതുകൊണ്ടാണ്. KPCC ഓഫീസിലല്ലല്ലോ SFIO ചെന്നത്. SFIO ചെന്നത് നേരെ വ്യവസായ വകുപ്പിലേക്കാണ്. CPM-ൻ്റെ മന്ത്രിയാണ് വ്യവസായ വകുപ്പ് ഭരിക്കുന്നത്. ഇനി നമുക്കിതിലൊന്നൊരു വിഷയമല്ല. ഇതൊരു സാധാരണ സാമ്പത്തിക ഇടപാടാണെങ്കിൽ ശരി, എന്തിനാണ് ഇത് അന്വേഷിച്ച് പോട്ടെ, ഇതൊരു കമ്പനി കാര്യമല്ലേ? കമ്പനി കാര്യം അന്വേഷിക്കുന്നതിന് എന്തിനാണ് നമ്മൾ കോടതിയിലൊക്കെ പോകുന്നത്? എന്തിനാണ്? കമ്പനി കാര്യം അന്വേഷിക്കുമ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ പിഴയും കാര്യങ്ങളുണ്ട്, അറസ്റ്റൊന്നും അവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ ഇത് പാർട്ടി എന്തുകൊണ്ടാണ് ഇതിനെ ഭയക്കുന്നതെന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷേ എന്തിനാണ് അദ്ദേഹം മാറുന്നത്? കാരണം അദ്ദേഹം മാറിയാൽ ഈ പാർട്ടിയിൽ ആ സ്ഥാനത്തേക്ക് വരാൻ വേറൊരാളിപ്പോൾ ഇല്ല. എന്താ കാരണം? പാർട്ടിയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിട്ട് വളർന്ന ഒരാൾ ശ്രീ പിണറായി വിജയനാണ്.
മറ്റേ ആരെങ്കിലും പിടിച്ചിട്ട് മുഖ്യമന്ത്രി ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ പാർട്ടി ഇന്നത്തെ അവസ്ഥയിൽ നടക്കില്ല. കാരണം അവിടെ ഗ്രൂപ്പിസം ശക്തമാകും, പ്രശ്നങ്ങളാകും. ആരൊക്കെ മുഖ്യമന്ത്രിയാകും? ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനത്തേക്ക് പോലും വളരെ അവരാലോചിക്കുന്ന ഒരാളെ ആക്കാൻ പറ്റാത്ത സ്ഥാനത്താണോ ഒരു നിയമസഭാ കക്ഷി യോഗം പോലും ചേർന്നിട്ട് ഒരു കാര്യം ഉന്നയിക്കാൻ പോലും ധൈര്യമില്ലാത്തതാണോ ശ്രീ നൗഷാദ് ഭയക്കുന്നത് കൊണ്ട് ഈ വിഷയത്തിൽ മറുപടി പറയാതെ എനിക്ക് സമയം തരുന്നത് മറുപടി പറയാതെ നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഭയമുള്ളത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അല്ല, സ്മൃതിയുടെ ഒരു ചോദ്യം, അല്ല ഇവരെല്ലാം വളരെ കൃത്യമായി ഈ വിഷയത്തിലാണോ? ഞാൻ പറഞ്ഞ CPM-ലെ വിഭാഗീയത, പിന്നെ VS-ന്റെ പിണറായി പ്രശ്നം, ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞിട്ടും സ്മൃതിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പോൾ അന്നേരം സ്മൃതി ഇടപെട്ട് പറഞ്ഞില്ലല്ലോ നമ്മുടെ വിഷയം ഇതാണ്, ആ വിഭാഗീയതയും പഴയ കാലഘട്ടമൊന്നും അല്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. പിന്നെ ഒരു ആരോപണം വന്നാൽ ഉടനെ മുഖ്യമന്ത്രി മാറി നിൽക്കണം. കൊള്ളാം, അതാണ് പലരുടെയും മനസ്സിലിരിപ്പ്. നടക്കില്ല കേട്ടോ. വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. ഒരു കാരണവശാലും അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പിണറായി വിജയൻ ഇന്നലെ ഉദിച്ചു വന്ന ഇന്നലത്തെ മഴയത്ത് കുരുത്തതൊന്നും അല്ല കേട്ടോ. ഈ കേരളത്തിലെ ജനങ്ങൾക്കത് നന്നായിട്ട് അറിയാം. നിങ്ങൾ ലാവലിംഗ് കേസ് പറഞ്ഞ് എത്ര പതിറ്റാണ്ടുകൾ വേട്ടയാടിയതാണ്, എന്തെല്ലാം കഥകളുണ്ടാക്കി. മറന്നുപോയോ കമല ഇന്റർനാഷണൽ ഇന്ന് വരെ തപ്പി കിട്ടിയിട്ടില്ല അങ്ങനൊരു കമ്പനിയെ. ഗൾഫുകാരൻ്റെ വീട് കാണിച്ചിട്ട് പിണറായിയുടെ വീടാണെന്ന് പ്രചരിപ്പിച്ചില്ലേ? അതിൻ്റെ തുടർച്ചയായി ഇപ്പോഴും തുടരുന്നു. എക്സലോജിക് കമ്പനിക്ക് എന്ത് വഴിവിട്ട സഹായം ചെയ്തെന്നാണ്? അത് എന്ത് വഴിവിട്ട സഹായം? ഒരു വഴിവിട്ട സഹായവും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ കരിമണൽ കമ്പനിയെ സംരക്ഷിച്ചിട്ടുള്ളത്, എക്സലോജിക്കിൻ്റെ CMRL കമ്പനിയെ സഹായിച്ചിട്ടുള്ളതും അവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളതും UDF ഗവൺമെൻറ്റും ഉമ്മൻചാണ്ടി സർക്കാരുമാണ്. സംസാരിക്കുന്ന രേഖകൾ എൻ്റെ കൈവശമുണ്ട്. പിന്നെ ഓരോരുത്തരും ഓരോന്ന് പറയുക. ശ്രീ മാത്യു കുഴൽനാടൻ കിഫ്ബി പദ്ധതിക്കെതിരെ ഹൈക്കോടതി പോയ ആളാണ്. ആർക്ക് വേണ്ടി? രഞ്ജിത്ത് ശ്രീനിവാസനോട് വേണ്ടിയിട്ട്. അവിടെ എന്നിട്ട് അതേ മാത്യു കുഴൽനാടൻ കിഫ്ബി പദ്ധതിയിൽ നിന്നും അനുവദിച്ച തുകയ്ക്ക് ഫ്ലെക്സ് വെച്ചയാളാണ്, സ്വന്തം പടം വെച്ചയാളാണ്. അപ്പോൾ കോടതിയിൽ അതിനെതിരായി പോവുക, നാട്ടിൽ എന്നിട്ട് അതിൻ്റെ പടം വെക്കുക. അപ്പം ഇങ്ങനെയുള്ള ക്യാരക്ടറുകളെയെല്ലാം ഈ പൊതുസമൂഹം കാണുന്നുണ്ട്. പിണറായിയെ അറ്റാക്ക് ചെയ്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് ഏറ്റവും കരുത്തനായ നേതാവ് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഏറ്റവും സമുന്നതനായ നേതാവ് തന്നെയാണ്. ആ നേതാവിനെ അറ്റാക്ക് ചെയ്ത് ആ പ്രസ്ഥാനത്തെ, ആ മുന്നണിയെ ഇകഴ്ത്തി കളയാം എന്ന മോഹം അന്വേഷണത്തിൽ ഇനി എന്തൊക്കെ തെളിയാനിരിക്കുന്നു, കോടതിയിൽ എന്തൊക്കെ വാദമുഖങ്ങൾ നിരക്കുന്നു എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.